സോജനച്ചായൻ തൊപ്പീര കൂടെ നടക്കുന്ന മിക്കുള്ളവർക്കും അറിയാമെന്നുള്ളതാണ്. ഈ തൊപ്പീര കൂടെ എപ്പോഴും കാണും, ഒരു പിന്താങ്ങായിട്ട് പിന്നിലും കാണും മുന്നിലും കാണും, ആ കണക്കിനാണ് നടക്കുന്നത്. ഇപ്പോഴും നമ്മളെ അച്ചായനാണെങ്കിൽ ഇപ്പോഴിതാ ഒരു കല്യാണം കഴിച്ച് ഒരു ചെറിയൊരു പെൺകുട്ടി അവിടെ ഈ അച്ചായൻ്റെ വീട്ടിൽ വരെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വരെയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും, അച്ചായനും ഈ പെണ്ണിന് എത്ര 22-23 വയസ്സാകണ്ടേ ഉള്ളൂ. അച്ചായന് നല്ല പ്രായമുണ്ട്, പെൺകുട്ടിയുടെ അച്ഛനാവാനുള്ള പ്രായമുണ്ട്. പക്ഷേ ഈ അച്ചായനെന്ന് പറയുന്ന ആൾ വിവാഹ തട്ടിപ്പ് വീരനാണ്. ഒരുപാട് പെൺകുട്ടികളാണ് ഇങ്ങനെ കൊണ്ടുപോയി അമ്പലങ്ങളിൽ വെച്ച് മാലയിട്ട് താലിയും കെട്ടി ഇങ്ങനെയൊക്കെ പെൺപിള്ളേരെ വാഴിക്കും. അതിൽ 1-2 പെൺകുട്ടികൾ ഇതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കണത് കണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കൊടുത്ത് ഇപ്പോൾ ഉള്ളൊരു പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെണ്ണ്, ഇത് എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മ ഈ പെൺകുട്ടിയായിട്ട് അങ്ങ് അടുക്കും. അതുപോലെ അപ്പോൾ ഈ പെൺപിള്ളേരെ വിചാരം എന്തോന്നാണ്, അമ്മയ്ക്ക് ഭയങ്കര സ്നേഹവും ഇനി പിന്നെ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മ എന്തോന്ന് ചെയ്യും, ഈ പെൺപിള്ളേരെ വിളിച്ചിട്ട് പറയും, എൻ്റെ മോനെ ഒന്ന് കല്യാണം കഴിക്കുമെന്ന് ചോദിക്കും. ഈ വലയിലങ്ങ് വീഴും. അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് താലിയിട്ട് ഇപ്പോഴും ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്തരാണ്, ഇന്ന് എന്നെ കെട്ടോന്ന് നാളെ എന്നെ കെട്ടോന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കെട്ടിയെന്ന്. എത്ര എണ്ണത്തിനെ കെട്ടിയ ചായ? ഒരുപാട് എണ്ണത്തിന്. കുറച്ച് നാളൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി താലി കെട്ടിയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി, വയനാട്ടിലും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി താമസിക്കുന്നതുണ്ട്. കുറച്ച് ഒക്കെ താമസിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് കളയും. ഇതാണ് അവർ വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് നാളൊന്നും പോവില്ല കേട്ടോ, ഇത് തോനെ നാളൊന്നും പോവില്ല. ഓരോന്ന് കരഞ്ഞ് വിളിച്ചാണ് പോയിരിക്കണത്. ഈ പെൺപിള്ളേരെല്ലാം കുറച്ച് ദിവസമൊക്കെ ഇയാളെ ഇതിലങ്ങ് മയങ്ങി വീണ് അതിനുശേഷം കരഞ്ഞ് വിളിച്ച് കുറുക്ക് വിളിച്ചിട്ടൊക്കെ പോയവരുണ്ട്. എന്തായാലും ഇത് തോനെ നാളൊന്നും ഓടൂല. ഇതിപ്പോൾ കരഞ്ഞ് വിളിച്ചൊക്കെ പോണ രംഗങ്ങളൊക്കെയാണ്. അച്ചായൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ബന്ധുവായ ആള് പറയണ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. കുറെ കാലം അവന്റെ അമ്മാവന്റെ 2 പെൺമക്കളുണ്ടായിരുന്നു. അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്താ വെച്ചാല് ഇളയപിള്ളേരെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ, മൂത്ത പെണ്ണിനെ കെട്ടിയ ആള് ഞാൻ, അതായത് ഗൾഫിലാണുള്ളത്. ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ്. അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക. കുറെ കാലം അവനെ കൊണ്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ. പെങ്ങൾക്ക് മൊബൈല് വേണം, പൈസ കുറെ വേണം, ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, തെളിവാണല്ലോ നമുക്ക് എന്തിനും വേണ്ടത്. തെളിവടക്കം തരാം. അവന് പൈസ അയച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ രേഖകൾ എൻ്റെ കേട്ടാ. ഇതൊക്കെയാണ് രംഗങ്ങൾ. എല്ലാ തെളിവുകളും ബിജുചേട്ടൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയണത്. ആ ബിജുചേട്ടൻ പറയാം, നമുക്ക് കേൾക്കാം. മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യം വരും. അവന്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവന്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട്. കല്യാണാലോചന വന്നതേ ഉള്ളൂ, അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു. അവന്റെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞു. നമ്മളറിയില്ലല്ലോ, നമ്മൾ വിദേശത്താണ്, നമ്മൾ ഖത്തറിലാണുള്ളത്, ഗൾഫിലാണ്. അപ്പൊ നമ്മളറിയത്തില്ല, നമ്മളതിന്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല. ഒരാൾ സുഖമില്ല ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ്. പിന്നെ ഇവന് പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കൊടുക്കാതെയായി. ഇതൊക്കെ സത്യമാണ്. അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടുള്ള എറണാകുളത്തുള്ള ഒരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. രണ്ടേ ആയുള്ള സിനിമ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്,
അതും പറഞ്ഞിട്ടാ വിളിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ അമ്മയായിരിക്കും. അമ്മച്ചി മോശമല്ല. മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? എന്തിന്? ഇതൊക്കെ ഈ ചാവുമ്പോ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനൊക്കെ. പിന്നെ നാട്ടുകാരെ ഊമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാണ്? അങ്ങനെ തന്നെ ഇപ്പൊ നടക്കണം. എന്നിട്ട് അവൻ കുറെ വീഡിയോ ഇടും. ഇതൊക്കെ തന്നെയാണ് അതിന് പറ്റിയത്. എന്താ പറയാ, നശിച്ച ജന്മം എന്ന് പറയില്ലേ, അതാണ് അവര്. അത്ര മാത്രമേ പറയാറുള്ളൂ നമ്മളിതിനോടൊക്കെ. നമ്മൾ പറയുന്നൊക്കെ സത്യമാണ്. നമുക്ക് നുണയൊന്നും വേണ്ട, തെളിവടക്കം തരാം. നമുക്കിപ്പോ ഇതിന്റെ നുണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്. അതുപോലെ അതേ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണോ ഇനി? എന്ത് തന്നെ ആയാലും അമ്മച്ചി ഒരു ഭയങ്കരിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കണ ഈ അമ്മച്ചി, എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷനുണ്ട്, അച്ചായന് കണ്ടമാനം പണം ഉണ്ടെന്നാണ് എല്ലാവരും പറയണത്, അച്ചായൻ്റെ ഒന്നുമില്ല, അങ്ങനെയും ഇങ്ങനെയാണ്, ചക്കയാണ് മാങ്ങയാണെന്നാണ് പറഞ്ഞ്. ഇനി ഈ പെൺകുട്ടി എത്ര നാൾ കൊണ്ട് നടക്കുമോ എന്തോ. കഷ്ടം. ഒരു മോളാവാനുള്ള പ്രായമേ ഉള്ളൂ ഈ പെണ്ണിന്. അതുപോലെ എത്ര എണ്ണത്തിൻ്റെ ജീവൻ തോലെ ചോരൊന്ന് കരഞ്ഞ് വിളിച്ച് വന്ന് കിടന്ന് ഇൻ്റർവ്യൂ എടുക്കണുണ്ട്. ഈ പെൺപിള്ളേരെ ആദ്യം അങ്ങ് വശത്താക്കുക. എന്നിട്ട് അമ്മച്ചി ചോദിക്കും, എൻ്റെ മോനെ കെട്ടാമോ, എൻ്റെ മോനെ കെട്ടാമോ എന്ന് ചോദിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. എൻ്റെ മോനെ കെട്ടാമോ എന്ന് പറയുമ്പോൾ ഈ പെൺപിള്ളേരെ അങ്ങ് വലയിൽ വീഴും. അയ്യോ, മോൻ്റെ സ്വഭാവം നല്ല അടിപൊളി സ്വഭാവവും. എന്തരായാലും കൊള്ളാം. ഇതാ ഇപ്പോൾ ഒരെണ്ണത്തിനെ കെട്ടിയിട്ടുണ്ട്, താലി കെട്ടി അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ട്. ഇത് ഈ പെൺപിള്ളേരെ ഓരോന്നിനെ ഇതുപോലെ മാല ഇട്ട് കഴിഞ്ഞാൽ അതിനെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും. വയനാട്ടിലോ പിന്നെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെയെങ്കിലുമൊക്കെ കുറേ ദിവസമൊക്കെ പോയി കറങ്ങിയിട്ട് വന്നിട്ട് അതങ്ങ് കളയും. പിന്നെ അടുത്തതിൻ്റെ കൂടെ പോവും. അതും കുറേ നാളിങ്ങനെ കൊണ്ട് കറങ്ങിയിട്ട് അതിനെ അങ്ങ് കളയും. പിന്നെ കുറച്ചെണ്ണത്തിനെയൊക്കെ പേരിന് വേണ്ടി ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇട്ടേക്കും എന്നാണ് പറയണത്. അപ്പോൾ അതാ ഈ പെണ്ണിതാ ഈ അച്ചായനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് വന്ന് കൂടെ നിൽക്കണ ഒരു പെണ്ണ്. ഇതെന്തായി തീരോ എന്തോ, അവസാനം കരയും. നാളെ കെട്ടുമെന്ന് ചോദിച്ച് നാളെ തന്നെ പോയി ഞാൻ മാലയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി മാലയിട്ട്. അതാണ് ആരെയും അറിയിക്കൂല സംഭവം. ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഓരോ പെൺപിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോകണതുകൊണ്ട് ആരെയും അറിയിക്കൂല. സ്വന്തമായിട്ട് പോയി അങ്ങ് മാലയിടും. ആരെയും അറിയിക്കാതെ പോയി അമ്പലത്തിൽ പോയി മാലയിട്ട് ഓരോന്നിനെ അങ്ങ് വിളിച്ചുകൊണ്ട് വരും. എന്തരൊക്കെ ആവും എന്തോ, എന്തെങ്കിലുമൊക്കെ ആവും, എന്തെങ്കിലുമൊക്കെ നടക്കും. അമ്മച്ചി നല്ല അമ്മച്ചി കേട്ടോ. അമ്മച്ചിയും കൊള്ളാം, മോനും കൊള്ളാം. ബെസ്റ്റ് സാധനങ്ങൾ. വിവാഹ മംഗളാശംസകൾ അച്ചായനും കുഞ്ഞുമോക്കും.